ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യം വെച്ച് നടത്തിയ മത്സ്യകൃഷിയിൽ 100 മേനി വിളവ്. ചമ്പക്കുളം പഞ്ചായത്ത് 1-ാം വാർഡിലെ കാഞ്ഞൂപ്പറമ്പിൽ പോളച്ചന്റെ 1.5 ഏക്കർ മീൻകുളത്തിലെ വിളവെടുപ്പിന്റെ കൗതുക കാഴ്ചകളിലേക്ക്. നല്ല പെടപെടയ്ക്കണ വാളയും വരാലും തിലോപ്പിയയും വലിച്ചെടുപ്പിച്ച വലയ്ക്കുള്ളിൽ അവരങ്ങനെ തുള്ളിക്കളിക്കുമ്പോൾ കരയിൽ അക്ഷമരായി കാത്തുനിൽക്കുകയാണ് ഇവരെല്ലാം. ശുദ്ധജല മത്സ്യങ്ങളുടെ ചാകര കാണാനും വിഷം തൊടാത്ത മീൻ വാങ്ങാനും എത്തിയവർക്കൊപ്പം കൗതുകമായി ഇതാ ഇവനുമുണ്ട്. ചമ്പക്കുളം 1-ാം വാർഡിലെ കാഞ്ഞൂപ്പറമ്പിൽ പോളച്ചന്റെ മീൻകുളത്തിലെ വിളവെടുപ്പ് കാഴ്ചകളാണിതൊക്കെ. നെൽകർഷകനും റിസോർട്ട് ഉടമയുമായ നെടുമുടി കാഞ്ഞൂപ്പറമ്പിൽ പോളച്ചൻ കോവിഡ് കാലത്തിന് ശേഷമാണ് മത്സ്യകൃഷിയിലേക്ക് തിരിയുന്നത്. 1.5 ഏക്കർ പാടത്തെ മത്സ്യകൃഷിക്ക് ഇന്നോളം സർക്കാർ സഹായങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടും ഓരോ തവണയും ഈ കർഷകൻ നേടുന്നത് 100 മേനി വിളവ്. ഏകദേശം ഇപ്പോൾ ഇത് 2ാമത്തെ പൂർണ്ണ വിളവെടുപ്പാണ്. ആദ്യത്തെ പ്രാവശ്യം 24 ടൺ മീനുണ്ടായിരുന്നു. ഇപ്പോൾ 2ാമത്തെയാണ്. ഇപ്പോൾ 3ാമത്തെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ നഴ്സറി വളർന്നു വരുന്നു. പിന്നെ ആദ്യകാലങ്ങളിൽ പെല്ലറ്റ് തീറ്റകൾ കൊടുക്കുകയും പിന്നെ പിന്നീട് വളർന്നു വന്നതനുസരിച്ച് മറ്റുള്ള തീറ്റകൾ കൊടുത്തുമാണ് ഇത് വളർത്തിയത്. ഇത് നല്ലൊരു പരിപാടിയാണ്. നല്ല ശ്രദ്ധിച്ച് നടത്തിയാൽ ഇത് പ്രയോജനകരമാണ്. അടുത്ത കുഞ്ഞുങ്ങളെ ഈ കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷം കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. അതിനകത്ത് നഴ്സറിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഏകദേശം 50,000 എണ്ണം ഉണ്ടായിരുന്നു. ഈ തവണ 90,000 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അത് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. 3 മാസം കഴിഞ്ഞാൽ നഴ്സറി പോകേണ്ടി ഇതിനകത്തോട്ട് മാറ്റത്തുള്ളൂ. ഒരു കൊല്ലത്തെ വളർച്ചയുണ്ട്. അതിനകത്ത് വളരാത്തതിനെ കുറച്ച് നാളും കൂടെ പിന്നീട് വളർത്തും. 2 കിലോ മുതൽ 6 കിലോ വരെ തൂക്കം വരുന്ന വാളയാണ് ഇത്തവണ വിളവെടുത്തതിലധികവും. നാട്ടുകാർക്ക് അത്ര പ്രിയമല്ലെങ്കിലും ഹോട്ടലുകളിലും മറ്റും താരമാണിവൻ. കേരളത്തിനകത്തും പുറത്തുമുള്ള നഗരങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. വരാലും തിലോപ്പിയയുമാണ് പ്രദേശവാസികൾ വാങ്ങുന്നതിലേറെയും. കിലോയ്ക്ക് 100 രൂപ പ്രകാരമാണ് വിൽപ്പന. 1 കിലോയോളം വരുന്ന തിലോപ്പിയയ്ക്ക് രുചിയേറും. പ്രത്യേകം തയ്യാറാക്കിയ കുളത്തിലാണ് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. വളർച്ചയെത്തി തുടങ്ങിയാൽ വലിയ കുളത്തിലേക്ക് മാറ്റും. വർഷത്തിൽ 4 തവണയാണ് വിളവെടുപ്പ്. നല്ല രീതിയിൽ തീറ്റ കൊടുത്താൽ ഓരോ തവണയും 5000 കിലോ വരെ വിളവ് ലഭിക്കുമെന്ന് പോളച്ചൻ പറയുന്നു. ഇത്തവണത്തെ വിളവെടുപ്പ് ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യം വെച്ചായപ്പോൾ ഡിമാൻഡ് ഏറി. നഷ്ടക്കണക്കുകൾ മാത്രം പറയുന്ന കർഷകരുള്ള നാട്ടിൽ മത്സ്യകൃഷിയിൽ തുടർച്ചയായി വിജയഗാഥ രചിക്കുകയാണ് പോളച്ചൻ എന്ന കർഷകൻ.